വേട്ടക്കാർ ഇരകളെ അടക്കി വാഴുന്ന വേദിയായിട്ട് ആ വേദി മാറാൻ പാടില്ല. ലോക സിനിമയുടെ അനുഭവങ്ങൾ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, മലയാള സിനിമയുടെ വ്യാകരണം അതെല്ലാം ചർച്ചാ വിഷയമാക്കാം. പക്ഷെ ഇപ്പോൾ അടിയന്തര വിഷയം അതൊന്നുമല്ല. ചരിത്രമോ വ്യാകരണമോ അതൊന്നും ഇപ്പോൾ അടിയന്തര വിഷയമല്ല. ഇപ്പോൾ അടിയന്തര വിഷയം സിനിമയിലെ സ്ത്രീത്വം. ആ സ്ത്രീത്വം മാനിക്കപ്പെടണം. ഇവിടെ അന്തസ്സിനും മാന്യതയ്ക്കും ഉറപ്പുണ്ടാക്കണം. അതിനു വേണ്ട കാര്യങ്ങളായിരിക്കണം ഇന്നൊരു കോൺക്ലേവ് ഉണ്ടായാൽ അത് മുഖ്യ വിഷയമായിട്ട് പരിഗണിക്കേണ്ടത്. ആ കോൺക്ലേവ് എന്ന ആശയം നല്ലതായിരിക്കെ തന്നെ നവംബർ മാസം വരെ അത് നീണ്ടുപോകുന്നത് ആശാസ്യമല്ല. അത്രയും വേഗം ഒരുമിച്ച് അതിൻ്റെ പേരെന്തുവാകട്ടെ, പേരിൽ വലിയ കാര്യമില്ല. കോൺക്ലേവ് എന്ന് പറയുന്നൊരു എടുത്താൽ പൊങ്ങാത്ത ഇംഗ്ലീഷ് പേര് വേണോ, അതൊക്കെ വേറെ വിഷയങ്ങൾ. പക്ഷേ സിനിമയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയാൻ, ആ പ്രശ്നങ്ങളെപ്പറ്റി ബോധ്യമുള്ളവർക്ക്, സിനിമാരംഗത്ത് അവഹേളിക്കപ്പെട്ടവർക്ക്, സിനിമാരംഗത്ത് കണ്ണീർ വീഴ്ത്തിയവർക്ക്, സിനിമാരംഗത്ത് വേട്ടയാടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട അവകാശം വേണം, അവസരം വേണം. അതിന് പറ്റുന്ന ഒരു വേദിയാണ് ഉണ്ടാകേണ്ടത്. പേരൊന്നുമാകട്ടെ. താങ്കൾ പറഞ്ഞു FIR ഇര പരാതിപ്പെട്ടാൽ FIR ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം പലപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഇര അവർ പരാതി കൊടുക്കണമെന്നാണ്. ഇപ്പോഴും അവരുടെ ഈ പരാതിയിൽ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ലാൻഡ് മാർക്ക് വിധിയെന്ന് പരാമർശിക്കപ്പെടുന്ന, നിയമവർത്തങ്ങൾ അങ്ങനെ പറയുന്ന ഒരു വിധിയെപ്പറ്റി പറയുകയാണ്. ആ വിധിയുടെ പാഠങ്ങൾ എല്ലാവരും പഠിച്ചാൽ നല്ലതായിരിക്കും. ശരിയായ വാർത്തയാണോ അത്? ആണോ? ആധികാരികമാണോ? ആധികാരികമാണെങ്കിൽ അത് ഉചിതമായ തീരുമാനമാണ്. അമ്മ എന്ന് പറയുന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഘടിതമായ ശക്തിയുടെ പേരിൽ, പണക്കൊഴുപ്പിൻ്റെ പേരിൽ, ആൺഹുങ്കിൻ്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന പിരിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത്. അതിന് പകരമായി അതിൻ്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അവയെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഗ്യാരൻ്റിയുള്ള ഒരു പുതിയ പ്രസ്ഥാനമുണ്ടായാൽ നല്ലതാണ്. അവിടെ സിനിമാ രംഗത്ത് ആദ്യമായി ഒരു പ്രസ്ഥാനമുണ്ടാക്കിയ, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് AITUC ആണ്. ആദ്യമായി ആ AITUC സംഘടനയെ ഈ പറയുന്ന അമ്മയുടെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞു. ടെക്നീഷ്യൻസ്, തൊഴിലാളികൾ, ലൈറ്റ് ബോയ്സ്, അഭിനേതാക്കൾ എന്ന് പറയുന്ന ഒരുപാട് പേർ പങ്കെടുക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, സംവിധാന സഹായികൾ, മേക്കപ്പ് വിമൻ എന്ന് വേണ്ട കോസ്റ്റ്യൂം രംഗത്തുള്ളവർ, അത് വലിയ വേദിയാണത്, ആയിരങ്ങളുടെ വേദിയാണത്. അവർക്കെല്ലാവർക്കുമുള്ള അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള ഒരു സാംസ്കാരിക ട്രേഡ് യൂണിയൻ ബോധമുള്ള പ്രസ്ഥാനം ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള മുൻകൈ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് CPIയുടെ അഭിപ്രായം.